ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിൻ്റെ 694 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രഭാത ചിന്തയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഒരു വാക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഇല്ലിത്തോട് കോൽപ്പാറയിൽ സ്ഥാപിതമായിട്ടുള്ള സെൻറ്റ് ഇഗ്നേഷ്യസ് ഹെർമിറ്റ്സിൻ്റെ സ്ഥാപകൻ അഭിവന്യ ഡോക്ടർ എബ്രഹാം മോർ സേവേറിയോസ് തിരുമനസ്സുകൊണ്ട് താൻ മഹാപൗരോഹിത്യം സ്വീകരിച്ച കോതമംഗലം മാർത്തോമൻ ചെറിയ പള്ളിയിൽ വെച്ച് ഇന്ന് രാവിലെ 10 മണിക്ക് വിശുദ്ധ കന്ദീല ശുശ്രൂഷ സ്വീകരിക്കുകയാണ്. വിശുദ്ധമായ തൈലാഭിഷേക ശുശ്രൂഷ, അതുപോലെ കന്ദീല ശുശ്രൂഷ, അത് ശാരീരികമായ രോഗസൗഖ്യത്തിനും പാപരോഗത്താലുള്ള സൗഖ്യത്തിനും ഉതകുന്നതാണ് എന്നുള്ളതായ വലിയ ചിന്ത വിശ്വാസ സമൂഹത്തിന് നൽകിക്കൊണ്ട് പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ, സുബോധത്തോടെ ഇരിക്കുമ്പോൾ, മനസ്സോട് മനസ്സുകൂടാതെയും അറിവോടും അറിവ് കൂടാതെയും ആരോടെങ്കിലും ചെയ്തു പോയിട്ടുള്ളതായ തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ പശ്ചാത്തപിച്ച് അഭിവന്യ തിരുമനസ്സുകൊണ്ട് ഈ ശുശ്രൂഷ സ്വീകരിക്കുകയാണ്. പ്രിയമുള്ളവരെ, സഭയിലെ അഭിവന്യരായ പിതാക്കന്മാർ മുഖ്യകാർമ്മികത്വം നൽകിക്കൊണ്ട് നടക്കുന്നതായ ഈ ശുശ്രൂഷയിൽ നമുക്കും പങ്കുകൊള്ളാം. അഭിവന്യ തിരുമേനിക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം 1 ശമൂവേൽ 7-ാം അധ്യായം 6-ാമത്തെ തിരുവചനമാണ്. അവർ മിസ്പായിൽ ഒരുമിച്ചുകൂടി വെള്ളം കോരി യഹോവയുടെ സന്നിധിയിൽ ഒഴിച്ചു, ആ ദിവസം ഉപവസിച്ചു. യഹോവയുടെ സന്നിധിയിൽ ഇസ്രായേൽ ജനം പ്രവൃത്തികളിലൂടെയും വാക്കുകളിലൂടെയും ചിന്തകളിലൂടെയും പാപം ചെയ്തു. യഹോവയുടെ സന്നിധിയിലേക്ക് തങ്ങളുടെ പാപങ്ങളെല്ലാം ഉപേക്ഷിച്ച് മടങ്ങി വരുവാനായിട്ട് ശമൂവേൽ ദീർഘദർശി അവരെ ഓർമ്മപ്പെടുത്തി. അവരെല്ലാവരും ഒരുമിച്ചുകൂടി വെള്ളം കോരി യഹോവയുടെ സന്നിധിയിൽ ഒഴിച്ചു, ആ ദിവസം ഉപവസിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ് ഇസ്രായേൽ ജനത യഹോവയുടെ സന്നിധിയിൽ ഒരുമിച്ച് കൂടി വെള്ളം കോരി യഹോവയുടെ സന്നിധിയിൽ ഒഴിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ചത്? യഹോവയുടെ സന്നിധിയിൽ വെള്ളം കോരി ഒഴിക്കുക എന്നത് ദൈവസന്നിധിയിൽ ഹൃദയത്തെ പകരുന്നത് ദൃഷ്ടാന്തപ്പെടുത്തുന്നു. വിലാപങ്ങൾ 2-ാം അധ്യായം 19-ാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട്, നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക എന്ന്. ഇതാണ് യഥാർത്ഥത്തിൽ നമുക്കെല്ലാവർക്കും ആവശ്യമായിട്ടുള്ളത്. മറ്റുള്ളവരെ അല്ലെങ്കിൽ സഹജീവികളെ ദ്രോഹിക്കുന്നില്ല, വേദനിപ്പിക്കുന്നില്ല തുടങ്ങിയതായ ചിന്തകളാണ് നമുക്കുള്ളത്. എന്നാൽ പല സമയങ്ങളിലായി, പല സാഹചര്യങ്ങളിലായി അറിവോടും അറിവ് കൂടാതെയും മനസ്സോടും മനസ്സുകൂടാതെയും നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിലാണെങ്കിലും അയൽവക്ക ബന്ധങ്ങളിലാണെങ്കിലും നമ്മുടെ പള്ളിയിലാണെങ്കിലും പൊതുസമൂഹത്തിലോ നമ്മൾ ജോലി ചെയ്യുന്നിടത്തോ ആണെങ്കിലും നമ്മൾ വേദനിപ്പിക്കുന്നുണ്ടോ ദ്രോഹിക്കുന്നുണ്ടോ എന്ന് സ്വയമായി പരിശോധിക്കണം. പരിശുദ്ധാത്മാവാണ് നമുക്ക് പാപബോധം നൽകുന്നത്. യോഹന്നാൻ 16:8. കർത്താവിൽ സ്നേഹമുള്ളവരെ, യഥാർത്ഥമായ പാപബോധം നമുക്കുണ്ടാകുവാനും ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാനും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ.